ഹായ്, ഓടി വാട്ടോ, നമുക്ക് ഉച്ചയൂണ് ഉണ്ടാക്കാവേ. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ കറി ഉണ്ടാക്കണം, മീൻ വറക്കണം, അതുപോലെ തന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടണം, പിന്നെ ബീട്രൂട്ട് തോരൻ വെക്കണം. അപ്പോൾ ആദ്യം തന്നെ കോവയ്ക്ക നല്ലപോലെ കഴുകി അരിയാനായിട്ട് വെച്ചു കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്കയാണേ. ഞാൻ ഈ കയ്യിൽ ഉറയൊക്കെ ഇട്ട് കത്തി കൊണ്ടരിയുന്നത്. എനിക്ക് ഈ കട്ടിംഗ് ബോർഡൊന്നും ഉപയോഗിക്കാൻ അത്ര അങ്ങ് എക്സ്പെർട്ടല്ല ഞാൻ, അതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ നമുക്ക് ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിങ്ങെടുക്കാം. ബീട്രൂട്ട് ഞാനൊരു ഗ്രേറ്ററിൽ വെച്ചിങ്ങനെ ഉരച്ചെടുക്കുവാണ് കേട്ടോ. അതിൽ ഏറ്റവും ചെറുത് അതെനിക്കിങ്ങനെ പൊടി പൊടിയായിട്ട് കിട്ടണം, അതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ അതുപോലെ ബീട്രൂട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് മസാല ചേർത്ത് വെക്കാം. അതാകുമ്പോൾ നമ്മുടെ എല്ലാ പണിയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീനും വറക്കാറാവും, നമ്മുടെ മീനിലേക്ക് മസാലയൊക്കെ പിടിക്കും. അപ്പം അതൊന്ന് മാറ്റി സൈഡിലേക്ക് വെക്കാം. അതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ട് തേങ്ങയൊക്കെ ചിരകിയെടുക്കാം കേട്ടോ. തേങ്ങ ചിരകി എന്നതും ആ പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ വേറെ വേറെ പാത്രം എടുക്കുമ്പോൾ നമുക്കതെല്ലാം കഴുകാൻ നിൽക്കണ്ടേ. ഇതാകുമ്പോൾ നമുക്കൊരു ഒറ്റ പാത്രം കഴുകിയാൽ പോരെ. അങ്ങനെ തേങ്ങ ചിരകിയെടുത്ത് അതിലേക്ക് സബോളയും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞിട്ട് ഉപ്പും ഇട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പയിലേക്ക് വെക്കുവാണേ. അപ്പം കടുകിട്ടപ്പോഴത്തേനും പടുപടാന്ന് പൊട്ടുന്നുണ്ട്. അമ്മച്ചിയൊക്കെ പറയുമായിരുന്നു കേട്ടോ, കടുക് ഇടുമ്പോൾ വേഗം പൊട്ടുന്നുണ്ടെങ്കിൽ നല്ല ചുണയുള്ള പെണ്ണാണെന്ന്. അങ്ങനെ കടുകൊക്കെ പൊട്ടി. പിന്നെ കടുക് നിലത്ത് വീണാൽ വഴക്കുണ്ടാകുമെന്ന് അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഓരോരോ അന്ധവിശ്വാസങ്ങളാണ്. എന്നാലും നമുക്ക് നോക്കാം. ഇന്ന് നിലത്ത് വീണിട്ടുണ്ട്, എന്തായാലും ഇന്ന് വഴക്കുണ്ടാകുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ ബീട്രൂട്ടും കോവയ്ക്കയും ഇങ്ങനെ അടുപ്പിലേക്ക് വെച്ചു. ഇനി നമുക്ക് മീൻ കറിക്ക് വേണ്ടിയിട്ട് സബോളയൊക്കെ പൊളിച്ചെടുക്കാം. ഞാൻ സബോളയാട്ടോ എടുത്തത്. എനിക്ക് ചെറിയുള്ളി പൊളിച്ചെടുക്കാനായിട്ട് മടിയാണ്, അതുകൊണ്ട് സബോള അങ്ങ് അരിഞ്ഞെടുത്തു. അങ്ങനെ സബോള അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ കോവയ്ക്ക ഒന്ന് വാടി വന്ന് അതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഇളക്കി വെച്ചു. പിന്നെ നമ്മുടെ ബീട്രൂട്ടും ഇനി കുറച്ച് വെള്ളമൊക്കെ വറ്റാനുണ്ടായിരുന്നു, അതുകൊണ്ട് അത് തുറന്ന് വെച്ച് വേവിക്കുവാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി പൊളിക്കാനായിട്ട് ഒരു എളുപ്പ മാർഗ്ഗമാണേ, നടുവേ ഒന്ന് കീറി 2 പീസായിട്ട് കിട്ടുമ്പോൾ അതിങ്ങ് പൊളിച്ചെടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ എടുത്തപ്പോഴത്തേനും നമ്മുടെ തോരനും മെഴുക്ക് വരട്ടിയും റെഡിയായി. പിന്നെ നമുക്ക് മീൻ റെഡിയാക്കണം. അപ്പം ഞാൻ മീൻ കറിയും വേഗം റെഡിയാക്കിയേ. ഞാനിവിടെ മുളക് വെള്ളം ആട്ടോ വെക്കുന്നത്. നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ മീൻ കറിയാണേ. കേരമീനായതുകൊണ്ട് പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. പിന്നെ അവസാനമായിട്ട് പപ്പടത്തിൻ്റെ പള്ളക്കിട്ടൊരു കുത്തും കൊടുത്ത് നല്ലപോലെ പപ്പടവും പൊരിച്ചിങ്ങെടുത്തു. അവസാനം പപ്പടവും ചോറും മീൻ കറിയും പിന്നെ മീൻ വറുത്തതും കോവയ്ക്ക മെഴുക്ക് വരട്ടിയും ബീട്രൂട്ടും കുറച്ച് തൈരും കൂട്ടി